നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച വരെ മുന്നറിയിപ്പ്. മഴയ്ക്കും മിന്നലിനുമുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. ചതുപ്പുകൾ, താഴ്വരകൾ തുടങ്ങി വെള്ളക്കെട്ടിന് സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. മക്ക, മദീന, വടക്കൻ അതിർത്തി, അൽ ജൗഫ്, തബൂക്ക്, തായിഫ്, മെയ്സാൻ, അദം, അൽ അർദിയാത്ത്, അസീർ, അൽ ബാഹ, അൽ ജാമും, അൽ കമൽ, ജിസാൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം ഇന്ന് രാവിലെ അബുദാബിയിലെയും ദുബായിലെയും ചില പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് UAE കാലാവസ്ഥാ വകുപ്പ് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അപകടകരമായ സാഹചര്യങ്ങളുടെ സാധ്യതയെ സൂചിപ്പിക്കുന്നതിനായി യെല്ലോ അലേർട്ടും കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ദൃശ്യപരത 1000 മീറ്ററിലേക്ക് കുറയുന്നതിനാൽ റെഡ് അലേർട്ടുമാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി പുറപ്പെടുവിച്ചത്. ദൂരക്കാഴ്ച കുറഞ്ഞതിനാൽ അബുദാബിയിലെ നിരവധി റോഡുകളിൽ സ്പീഡ് റിഡക്ഷൻ സിസ്റ്റം സജീവമാക്കിയിരുന്നു. ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വേഗപരിധി മാറ്റുന്നത് പാലിക്കാൻ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. മൂടൽമഞ്ഞിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 3 മുതൽ രാവിലെ 9 വരെ ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ദൃശ്യപരത കുറയാമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അതേസമയം ഫുജൈറയിലെ ബീച്ചിൽ സുനാമിയുടെ സാഹചര്യങ്ങളെ നേരിടാൻ ഒക്ടോബർ 11, അതായത് നാളെ പരിശീലനങ്ങൾ നടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പിൽ പറഞ്ഞു. സുനാമി പരിശീലനം നാളെ ഫുജൈറയിലെ അൽ റുഗൈലാത്ത് ബീച്ചിൽ രാവിലെ 10 മണി മുതലാണ് നടത്തുക. ഈ കാലയളവിൽ താമസക്കാർക്ക് മോക്ക് ഒഴിപ്പിക്കൽ ഡ്രില്ലുകളും എമർജൻസി റെസ്പോൺസ് വാഹനങ്ങളുടെ ഏകോപിത ചലനങ്ങളും പ്രതീക്ഷിക്കാം. ഓഫീസർമാരും പങ്കെടുക്കുന്ന ആഭ്യന്തര മന്ത്രാലയ ടീമുകളും സൈറ്റിൽ ഉണ്ടാകും. സുനാമിയുടെ വിവിധ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിനാണ് പരിശീലനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.